വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എന്താ പറയുക, ഗോതമ്പ് പായസം. നമ്മൾ നുറുക്ക് ഗോതമ്പൊന്നും അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്, സാധാ ഗോതമ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും വേറെ തന്നെയാണ് കേട്ടോ, രുചി അപാരമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, മധുരമൊന്നും ആഡ് ചെയ്യാണ്ട് ഒരു മീഡിയം സൈസ് മധുരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷുവിനോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ വളരെ കുറച്ച് ഗോതമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെൽബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗോതമ്പ്, മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5ഓ 6ഓ പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്തിട്ട് നല്ല വെള്ളത്തിൽ നമ്മളിത് കുതിരാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇതുണ്ടോ, ഇതിങ്ങനെ നെക്കി നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത്രയും പാകത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഒരു ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടി വെക്കുക. ഇനി ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂണോളം സാബുദാനയാണ്. അതും ഇതുപോലെ തന്നെ 1-2 മണിക്കൂറോളം ഇത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നല്ല വെള്ളത്തിൽ വെച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റായി വരുന്ന ഭാഗമാണ് കേട്ടോ അതിൻ്റെയും ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 3 കട്ടയോളം ശർക്കര ഒരു 1.5 കപ്പ് വെള്ളത്തിൽ നല്ലോണം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക, ഗോതമ്പും ഒരു ഏകദേശം ഒരു 2 കപ്പോളം, 1 കപ്പ് ഗോതമ്പാണ്. അപ്പോൾ 2-2.5 കപ്പോളം ഗോതമ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പാനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരുപാട് വേകാനൊന്നുമില്ല, കാരണം നന്നായിട്ട് കുതിർത്താണല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. കണ്ടോ, എല്ലാം തന്നെ നന്നായി കട്ടകളൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതേ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്കിത് കാണുമ്പോൾ അറിയാം ഒരുവിധം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ വെള്ളവും ഒന്നും കൂടി ഒന്ന് വറ്റിയെടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരും. അത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് കൈ കൊണ്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളം കൂടി വറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിത് എടുക്കാം. അപ്പോൾ അതേ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അഴുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനിയിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളച്ച് തന്നെ വേണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ടകളാകും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഈ ഒരു ഗോതമ്പ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം കണ്ടിന്യൂസ് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ കുറുക്കി നന്നായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഗോതമ്പിൽ ആ ഒരു മധുരമൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരുപാട് കട്ടകളായിട്ട് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ പിന്നെ സാബുദാന ഇതുവരെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെള്ളമൊക്കെ ഒന്ന് ആ വേവിച്ച വെള്ളം കുറച്ചൊന്ന് കളഞ്ഞിട്ട് അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ആ വെള്ളം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഗോതമ്പിൽ ഒരുപാട് കഷ്ണങ്ങളായിട്ട് വേണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1-2 ഈ ഒരു കയ്യിൽ 1-2 എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുത്താൽ നല്ലൊരു കൊഴുപ്പും കൂടി കിട്ടും. അങ്ങനെ വേണ്ടെങ്കിൽ ഇതുപോലെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നാലും നല്ല കുറുകിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളിവിടെ രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ് കേട്ടോ. 1ാം പാൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങാപ്പാലും ഒന്നും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വരണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കാൻ നേരത്ത് വേണം 1ാം പാൽ ഒഴിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടൊക്കെ വറുത്തിടാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂനട്ട് നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇടാമല്ലോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് കിസ്മിസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കാഷ്യൂ ഒക്കെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഇതൊന്ന് മാറ്റി കൊടുക്കുക.
അപ്പം ഈ ഒരു എണ്ണയിൽ നമ്മുടെ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് തേങ്ങാക്കൊത്തും കൂടി ഒന്നും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ഇതുപോലെ തന്നെ അത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ തേങ്ങാക്കൊത്തും ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് കട്ടകളായിട്ടല്ല, കുറച്ചൊന്ന് ലൂസായ പരുവത്തിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് ഒരു 1/4 സ്പൂണാണ്, അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതേ നല്ല കുറുക്കി നല്ല കട്ടകളെല്ലാം ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക നെയ്യും തേങ്ങയും കൂടിയുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യിൻ്റെയൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസും കാഷ്യൂവും കൂടി ഉള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളിതിലേക്ക് 1/4 പാൽ ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്യാസിന് ഓൾറെഡി ഓഫ് ചെയ്തു. ഇനി 1/4 പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഗ്യാസ് ഓഫ് ചെയ്തത്. ഈ ഒരു ചൂടിൽ തന്നെ മതിയാവും. അപ്പോൾ നമുക്കിനി ഒന്ന് ചെറിയതായിട്ട് ചൂടാൻ ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നമ്മളെപ്പോഴും തന്നെ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊരു മുഴുവനും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. അത്രയ്ക്ക് രുചിയാണ് ഇതിൻ്റെ. എന്താ പറയുക, സാധാരണ എല്ലാവരുടെയും കൈവീട്ടിൽ തന്നെ ഉണ്ടാവും ഈ ഒരു ഗോതമ്പ്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു എന്താ പറയുക വിഷുവിന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നെയ്യിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ സാബുദാന ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണത്. അപ്പം ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു പായസത്തിന് ഒരുപാട് മധുരമായിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് മധുരമാണ്. ഇനി നിങ്ങൾക്ക് അഥവാ കൂടുതൽ മധുരം വേണമെങ്കിൽ ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 കട്ടയോളമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 150 ഗ്രാമോളം. അപ്പോൾ ഒരു 200 ഒരു കട്ടയും കൂടി ആഡ് ചെയ്താൽ നല്ല മധുരം ഉണ്ടാവും. എന്താ പറയുക, അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ 3 കട്ടയോളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു മീഡിയം സൈസ് മധുരമായിരിക്കും. അപ്പം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മധുരം കൂട്ടിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.